നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആ ഏറ്റുമുട്ടലും തീപിടുത്തവും അവസാനിക്കുന്നില്ല. അത് പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സാമാന്യയുക്തി, അത് അവിടെ പാടിയില്ലേ, അതിവിടെ പാടാഞ്ഞതെന്ത്, അവിടെ പാടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് പേരുടെ ചോദ്യം. ഈ മതഗ്രന്ഥങ്ങൾ, അതിലെ പ്രബോധനങ്ങൾ, അതിൻ്റെ പ്രായോഗികമായ നടത്തിപ്പ്, അത് മനുഷ്യജീവിതത്തിൽ പകർത്തൽ എന്നതൊക്കെ ഇന്നലകളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പൊത്തുപൊരുത്തത്തിൽ എല്ലാവരും ചെയ്തു പോയതായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുള്ളിലേക്ക് അപരമത വിദ്വേഷവും വെറുപ്പും കടത്തിവിട്ട് അതിനെ മറ്റൊരു രൂപത്തിലാക്കുന്ന പരമവിദ്വേഷികളായ, ഈ നാട്ടിലൊക്കെ കാണുന്ന പാമ്പുകളെക്കാൾ വിഷകാരിയായ പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി മതം എന്ന് പറയുന്നത് മനുഷ്യർക്ക് തൊടാൻ പേടിയുള്ള ഒരു സംഗതിയായി ഇവരെ ഓർക്കുമ്പോൾ മാറിയിട്ടുണ്ട്. അതിൽ 9 പാമ്പ് ഹിന്ദുത്വ തീവ്ര നിലപാടുമായുണ്ടെങ്കിൽ 1-2 പാമ്പ് മറുവശത്തുമുണ്ട്. ഹിന്ദുത്വ തീവ്ര പാമ്പുകളുടെ ഒരു പ്രത്യേകത, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന ആ ഒരു വിദ്വേഷമാണ്. അത് ഈ തലയിൽ നക്ഷത്രത്തൊപ്പി വെച്ച ആളുകൾ മുതൽ ഇങ്ങ് ഏറ്റവും താഴെയുള്ള ആളുകൾ വരെ അതിൻ്റെ വക്താക്കളായി ഇരിപ്പുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ചാരുകസേരയിൽ കിടന്ന് മൂത്രം കുപ്പിയിൽ പിടിച്ചുകൊണ്ട് ഒഴിക്കുന്നവർ പോലും അത് ഇങ്ങനെ ആവേശപൂർവ്വം ഉൾക്കൊണ്ട് ഒരു വശത്ത് നിൽപ്പുണ്ട്. മറുവശത്തും ഉണ്ട് 1-2 എണ്ണം. അവരെങ്ങനെയാണെന്നറിയാമോ വരുന്നത്? അവർ വിഷു കണ്ടാൽ, ക്രിസ്തുമസ് കേക്ക് കണ്ടാൽ, അല്ലെങ്കിൽ സദ്യ ഉണ്ണുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്ന ചടങ്ങിൽ പോകുന്നത് കണ്ടാൽ അവർ പൂക്കുല എടുത്ത് തുള്ളുന്ന വേറൊരു തരം വിദ്വേഷികൾ. അങ്ങനെയും കുറച്ച് പേര് ഇപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ ചോദിക്കുക, ഇവർ മൂക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവർക്ക് ഭരണവും സംവിധാനവും ഒന്നുമില്ല. ഇവർക്കും ഇതുപോലൊരു ഭരണവും അവരുടെ ഒരു പ്രധാനമന്ത്രിയൊക്കെ വന്നായിരുന്നെങ്കിൽ അവരും മൂത്തേനെ. ഇതിൻ്റെ ഇടയ്ക്ക് കൂടി വേണം മനുഷ്യർ സഞ്ചരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതും മതവും മറ്റേതുമൊക്കെ ആയിട്ട് അങ്ങ് പിടിച്ചോണ്ട് പോയി. അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അപ്പോൾ എന്ത് ചെയ്തു? പിന്നുള്ള ഒരു മേഖലയാണ് ഈ കല, പാട്ട്, സംഗീതം, നാടകം, സിനിമ. ഇതെല്ലാം ഇത് പണ്ട് കാലം മുതലേ ആ വഴിക്ക് അങ്ങ് പോവുക. ഒരാൾ ബലാത്സംഗം ചെയ്യും, ഒരാൾ ബലാത്സംഗം ചെയ്യപ്പെടും. പണ്ട് മുതലേ സിനിമയിലെ കഥയാണ് ഞാൻ പറയുന്നത്. മുഴുവനായൊന്നും കാണിച്ചില്ലെങ്കിലും കാണിക്കുന്ന ചിത്രങ്ങളുണ്ടെങ്കിലും കാണിക്കാത്ത ചിത്രങ്ങളുമുണ്ട്. പിന്നെ കുറച്ച് പേര് ദാതായിട്ട് വരും, കുറച്ച് പേര് നായകനായിട്ട് വരും, കുറച്ച് പേരെ അതിനകത്ത് വില്ലനായി ചിത്രീകരിക്കപ്പെടും. ഇവരുടെ ഒന്നും ജാതിയും മതവും പേരും രൂപവും ഭാവവും ഒന്നും ആരും പരിശോധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ബലാത്സംഗം ചെയ്യുന്ന ആളിൻ്റെ പേരും ചെയ്യപ്പെടുന്ന ആളിൻ്റെ പേരുമൊക്കെ ഈ മതത്തെ ഇതുപോലൊരു രൂപത്തിലാക്കിയതിന് ശേഷം അതിലും കയറി ഈ വിഷകാരികളായ ആളുകൾ പിടിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പോലെ പാടണം, അതേ പാടാവൂ, അങ്ങനെ എഴുതാവൂ എന്നൊക്കെ പറഞ്ഞു. അതിനിപ്പോൾ ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ കൃഷ്ണഭക്തിയുടെ ഗീതങ്ങൾ എഴുതിപ്പോയത് യൂസുഫ് അലി കച്ചേരിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും ഒന്നും ഞാൻ അളക്കാൻ മുതിരുന്നില്ല. പക്ഷേ അയാൾക്ക് ആ പേരും അതും വെച്ചുകൊണ്ട് അങ്ങനെ എഴുതാൻ അവകാശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈദരലിക്ക് കഥകളി നടത്താനുള്ള അവകാശവും ഉണ്ടായിരുന്നു. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ള വിഷയം അത് വേറെ വിഷയം. അത് ഇതനുസരിച്ച് പഠനവും രീതിയും വിശ്വാസവും അനുസരിച്ച് പരിഹരിച്ചോട്ടെ. പക്ഷേ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഇതല്ല സ്ഥിതി. ഇത് കാണുമ്പോൾ 2 കാര്യങ്ങളാണ് ഇതിൽ ഉയർന്നു വരുന്നത്. ഒന്ന്, ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് മുസ്ലിം പള്ളിയിൽ പാടുമോ? മുസ്ലിം പള്ളിയിൽ പണ്ട് മുതലേ ഇതില്ല. ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് പാടാറുണ്ട്. ഈ മുസ്ലിം പള്ളികളുടെ ഒരു പ്രത്യേകത, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊരു കൃത്യതയുണ്ട്. വരുന്നത് അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുന്ന ഒരു വിശ്വാസ രീതി മുസ്ലിങ്ങളിൽ വളരെ കുറവാണ്. അവിടെ ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കുന്നു, അതിൻ്റെ പരിപാടി കഴിഞ്ഞ് പോകുന്നു. അല്ലാതെ അവിടെ അമ്മൻകുടം തുള്ളലും ഓട്ടം തുള്ളലും കഥകളിയും ഒന്നും അവിടെ ഇല്ല. അങ്ങനെ വരുമ്പോഴാണല്ലോ ആ കഥകളിയുടെ തീം പ്രവാചകനാണോ, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണനാണോ, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനാണോ എന്നുള്ള വിഷയമൊക്കെ വരുന്നത്. എന്നാൽ ഇത്തരം സംഗതികൾ നടത്തുന്ന പള്ളികളിൽ, ചന്ദനക്കുടം നടത്തുന്ന, ഉറൂസ് നടത്തുന്ന പള്ളികളിലൊക്കെ അവരിഷ്ടമുള്ള പാട്ടൊക്കെ പാടാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചങ്ങനാശ്ശേരിയിലെ ചന്ദനക്കുടത്തിന് പോകുമ്പോൾ അവിടെ ചന്ദനക്കുടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് മാർക്കോസിൻ്റെ ഗാനമേളയൊക്കെ നടക്കുമ്പം ഇടയ കന്യകയെ പോരുക നീ ഈ എന്താമാം വീതിയിലേക്ക് എന്നൊക്കെ പറയുന്ന ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മനോഹരമായി മാർക്കോസ് ആ പള്ളിപ്പറമ്പിൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കെട്ടും കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന് പറയുന്ന പാട്ട്, അതൊക്കെ അതിന് പറ്റുന്ന ആളുകൾ ആ രൂപത്തിലൊക്കെ വന്ന് കൊഞ്ചിയാടുന്ന പോലെയൊക്കെയാണ് പാടിയിട്ട് പോകുന്നത്. കേട്ടോണ്ടിരിക്കുന്നവരെല്ലാം കൈയടിക്കും. അവിടെ പോയിരുന്നിട്ട് ഇനി അതിനകത്ത് ഹറാം എന്തുവാ ഹലാൽ എന്തുവാ എന്നൊന്നും പറയുന്നൊരു കാര്യമേ ഇല്ല.
അതിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ മദ്യപിക്കുന്നത് ബിസ്മില്ലാന്നോ കുടിച്ചത് അല്ലാതാണോ കുടിച്ചതെന്ന് പറഞ്ഞ് അതിന് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അത് വേറൊരു സ്ട്രീമാണ്. ആ സ്ട്രീമിൽ പോകുന്നവർ ആ സ്ട്രീമിൽ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അവിടെ പാടലൊക്കെ ഉണ്ട്. എല്ലാ പള്ളികളിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ പള്ളികളും ഈ പണി ഇല്ലെന്നേ. ആ പണി ഉണ്ടെങ്കിലല്ലേ ഭജൻ വരുമ്പോൾ അവിടെ പാട്ട് പാടുന്നത്. ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതാണതിൽ ഒരു കാര്യം. രണ്ടാമത്തെ ഇതിലുള്ളൊരു ഉത്കണ്ഠ, ഈ സമൂഹം മുഴുവൻ ഭജൻ ടീമിന് പിന്തുണ പ്രഖ്യാപിച്ച് അങ്ങ് പോസ്റ്റിട്ട് ചാടി കളിക്കുകയാണ്. പക്ഷേ അവിടെയും ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം എന്താ അറിയോ, ഇവരെല്ലാം കൂടി ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ അങ്ങ് വിദ്വേഷികളുടെ ഭാഗമായി മാറും. അങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൽ പോലും ഉണ്ട്. ഇപ്പോൾ സെൻകുമാർ ഇടതുമുന്നണിയും തമ്മിൽ അന്ന് ബന്ധമുണ്ടായപ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന UDF വലതുപക്ഷ ഹാൻഡിലുകൾ, വലിയ മുസ്ലിം വിഭാഗമടക്കം, മുസ്ലിം സൈബർ അണികളടക്കം സെൻകുമാറിനോടൊപ്പമായിരുന്നു പിണറായി വിജയൻ സഖാവിനെ ആക്രമിച്ചുകൊണ്ട്. ഇത്രയും മിടുക്കനായ, സത്യസന്ധനായ, നല്ലവരിൽ നല്ലവനായ, ഉത്തമരിൽ ഉത്തമനായ, അത്യുത്തമനായ, ഉത്കൃഷ്ടനായ സെൻകുമാറിനെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചാണ് എല്ലാവരും നിന്നത്. പക്ഷേ ഇന്ന് സെൻകുമാറിൻ്റെ അവസ്ഥ എന്താ? ഇന്നത്തെ സെൻകുമാർ എന്താ? അപ്പോൾ അന്ന് ഈ പിന്തുണച്ചവൻ അവസാനം നടുവരൽ വായിലിടേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഏത് സെലിബ്രിറ്റികളെയും സെലിബ്രിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒക്കെ അങ്ങ് ചങ്കും കരളും പറിച്ച് അതിൻ്റെ കൂടെ നിന്ന് അങ്ങ് പ്രതിരോധിക്കുമ്പോൾ അതിനൊക്കെ അല്പായുസേ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ ഈ രാജ്യത്തും ചുറ്റുപാടുകളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് ഭജൻ ടീമിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കേരളത്തെ മതേതര ഭാവത്തിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അത് ഒരു ഘട്ടത്തിലും കോംപ്രമൈസ് ചെയ്യില്ലെന്ന് നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. അതല്ല, നിങ്ങൾക്ക് മറ്റൊരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ പ്രകടിപ്പിച്ച് ആ വഴിയെ അങ്ങ് പോവുകയും വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്.